വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് ഔറത്ത് മറക്കുക എന്നുള്ളത് ഒരു നിബന്ധനയല്ല, അതൊരു ഷർത്തല്ല. എന്നാൽ നമസ്കാരത്തിന് ഒരു ഷർത്താണല്ലോ. ഔറത്ത് വെളിവായിക്കൊണ്ട് ഒരാൾ നിസ്കരിക്കാൻ പാടില്ല, അവന്റെ നിസ്കാരം ശരിയാവുകയില്ല, സഹിഹാവുകയില്ല, ബാത്തിലാണ്. എന്നാൽ ഖുർആൻ പാരായണത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അദബുകളിൽ ഒരു അദബാണത്. പാലിച്ചാൽ നല്ലത് എന്ന് പറയപ്പെടാവുന്ന കുറെ അദബുകളുണ്ട് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ. വുളുവോടെ ഖിബിലക്ക് തിരിഞ്ഞിരുന്ന് ഉള്ളതിൽ വെച്ച് നല്ല വൃത്തിയും ഒക്കെയുള്ള നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം ഉപയോഗിച്ച് ഖുർആൻ പാരായണത്തിന് മുമ്പ് പല്ലൊക്കെ തേച്ച് വൃത്തിയാക്കി റബ്ബിന്റെ കലാമ് പാരായണം ചെയ്യല്ലേ. അപ്പൊ ആ അർത്ഥത്തിലൊക്കെയുള്ള മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് വളരെ അടക്കത്തോടെ ഒതുക്കത്തോടെയൊക്കെ പാരായണം ചെയ്യുക, അതൊക്കെ അതിന്റെ ആദാബുകളാണ്. ആ ആദാബുകൾ പാലിക്കുന്നുവെങ്കിൽ നല്ലത് തന്നെ. എന്നാൽ ഒരാളത് പാലിക്കുന്നില്ല, ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ഇപ്പൊ എല്ലാ സമയത്തും അങ്ങനെ പറ്റൂലല്ലോ. അവരവരെ വീട്ടിലാകുമ്പോൾ എപ്പോഴും പോയിട്ട് ആ രൂപത്തിലൊന്നും ആ ആദാബുകളൊന്നും പാലിക്കാൻ പലപ്പോഴും പറ്റില്ലല്ലോ. അവനവന് സമയവും സൗകര്യമൊക്കെ കിട്ടുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ബൈഹാട്ടുള്ളത് ഓതും. അതുപോലെ ഇരുന്ന് വീട്ടിൽ എപ്പോഴാണ് സൗകര്യം കിട്ടുന്നതെങ്കിൽ ഇരുന്ന് ഓതും. അപ്പൊ വസ്ത്രത്തിന്റെ കാര്യത്തിലൊക്കെ പ്രത്യേകിച്ച് സ്ത്രീകൾ അവർക്കാണല്ലോ ഇത് കൂടുതലും ഉണ്ടാവുക. പുരുഷന്മാർക്കും സംഭവിക്കാം, ചിലപ്പോൾ അവർ ഷോർട്ട് മാത്രം ധരിച്ചിരിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അവരുടെ ഔറത്ത് എന്ന് പറയുന്നത് മുട്ടുപൊക്കളിന്റെ ഇടക്കുള്ള ഭാഗം ആണല്ലോ. അതും ചിലപ്പോൾ കാൽമുട്ടിന്റെ മീതെ കയറി നിൽക്കുന്ന ഷോർട്സുകളൊക്കെ ധരിച്ചിട്ടൊക്കെ മാത്രം വീട്ടിലൊക്കെ നടക്കും. അപ്പൊ അത്തരം ഘട്ടങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ ഖുർആൻ ഓതുന്നതിനൊക്കെ വിരോധമുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ